നമസ്കാരം. ബി.ജെ.പി. കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതോടെ സർക്കാരിന് കണ്ടക ശനി തുടങ്ങി. വിവാദങ്ങളാണ് ഓരോ ദിവസവും സർക്കാരിനെ തേടിയെത്തുന്നത്. പോരിന് തുടക്കമിട്ടത് കൗൺസിലറായി എത്തിയ ആർ ശ്രീലേഖയാണ്. എന്തായാലും വി.കെ. പ്രശാന്ത് ശ്രീലേഖ പോര് നാൾക്ക് നാൾ മുറുകുമ്പോൾ ശബരിനാഥൻ കൂടി ഏറ്റുപിടിച്ചിട്ടുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെ ഒരു വഴിക്ക് പുരോഗമിക്കുമ്പോൾ സർക്കാരിന് അടുത്ത വെട്ടുവരികയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് 113 ഇലക്ട്രിക് ബസ്സുകൾ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനും KSRTCയും തമ്മിൽ ഒരു ധാരണയിലും എത്തിയിരുന്നു. അന്ന് തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇലക്ട്രിക് ബസ്സുകളുടെ വലിയൊരു സർക്കുലേഷനും ഉണ്ടായിരുന്നു. അതായത് ഇന്നുവരെ KSRTC ബസ്സുകൾ എത്താത്ത ചില സ്ഥലങ്ങളിലും തിരുവനന്തപുരം നഗരത്തിലുണ്ട്. ചെറിയ റോഡുകൾ ഉൾപ്പെടെയുള്ളവ അവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് മൊത്തത്തിലൊരു സർക്കുലർ ആക്കിക്കൊണ്ട് സ്മാർട്ട് സിറ്റി ബസ്സുകൾ സർവീസ് നടത്തുമെന്നാണ്. അതും തുച്ഛമായ നിരക്കിലാകും എന്നതായിരുന്നു ഇരുവരുടെയും ധാരണ. അതായത് ഈ നീക്കം നടത്തിയത് ഗതാഗത മന്ത്രി ആന്റണി രാജു ആയിരുന്ന സമയത്താണ്. അതിനുശേഷം രണ്ടാം ടൈമിൽ KV ഗണേഷ് കുമാർ എത്തിയതും സ്മാർട്ട് സിറ്റി അഴിച്ചുപണിതു. അതായത് ആ സ്മാർട്ട് സിറ്റി ബസ്സുകളുടെ കാര്യത്തിൽ ഒരു അഴിച്ചുപണി നടത്തി വ്യാപകമായി. ഗണേഷ് കുമാറിന്റെ ഇഷ്ടത്തിന് നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. സർവീസിൽ മാറ്റം വരുത്തി. ഈ സമയത്ത് കരാർ ലംഘനം BJP ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഗണേഷിന്റെ കണക്കുകൂട്ടൽ നിന്നിരുന്നില്ല എന്നതാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. അതായത് ഇതിനെല്ലാം തിരിച്ചടിയായാണ് BJP കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത്. ഈ ബസ്സുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയെന്നും ഈ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നുമാണ് തിരുവനന്തപുരം മേയറായ VV രാജേഷ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിക്കുകയാണ് ബസ്. നഗരത്തിന് പുറത്തേക്ക് നൽകിയ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന താക്കീതും കൂടി മേയർ നൽകുന്നുണ്ട്. കോർപ്പറേഷന് കൃത്യമായ ലാഭവിഹിതം കിട്ടണമെന്നും. മേയറായി ചുമതലയേറ്റതിനു പിന്നാലെയായിരുന്നു ഈ ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട മേയറുടെ മാസ് നീക്കം. കരാർ മാറ്റാൻ 1-2 വ്യക്തികൾക്ക് അധികാരമില്ല. ബസ്സുകൾ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷന് നൽകിയതാണ്. കോർപ്പറേഷന് കിട്ടിയത് കോർപ്പറേഷനിലുള്ളവർക്ക് ഉപകാരപ്പെടണം. KSRTCയുമായുള്ള കരാർ രേഖകൾ പരിശോധിക്കുമെന്നും മേയർ പറയുന്നുണ്ട്. മേയറായി ചുമതലയേറ്റതിന് പിന്നാലെ ആർ ശ്രീലേഖയും VK പ്രശാന്ത് MLAയും തമ്മിലുള്ള കെട്ടിട ഓഫീസ് ബന്ധപ്പെട്ട തർക്കം ഉടലെടുത്തിരുന്നു. എന്നാൽ ശ്രീലേഖയെ മയപ്പെടുത്തുന്ന നിലപാടാണ് VV രാജേഷ് കൈക്കൊണ്ടത്. അതിന് പിന്നാലെ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളതെന്നും യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPക്കായിരുന്നു മേധാവിത്വം. അക്കാലത്ത് തന്നെ ക്രമക്കേട് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. പല വാണിജ്യ സ്ഥാപനങ്ങളും തലമുറകൾ കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത കൈമാറ്റം എല്ലാം തിരിച്ചു പിടിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. മാസത്തിൽ 250 രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട്. ഇവയെല്ലാം വൻ തുകയ്ക്ക് മറിച്ചു നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും അതിന്റെ മാനദണ്ഡം എന്താണെന്നും സെക്രട്ടറി വ്യക്തമാക്കണം. VK പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ വിവാദമായി മാറിയതിനിടെയാണ് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ സമഗ്ര അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്നും വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകുന്നതിൽ ആവശ്യമായ പരിശോധന നടത്തുമെന്നും അന്വേഷിക്കുമെന്നും മേയർ വ്യക്തമാക്കുന്നു. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന്റെ രേഖകളടക്കം വിശദമായി പരിശോധിക്കാനാണ് മേയറുടെ നീക്കം.